ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സംയുക്ത സഭാ സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്യും. മറ്റന്നാളാണ് ഇടക്കാല കേന്ദ്ര ബജറ്റ്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയം നിയമസഭ ചർച്ച ചെയ്ത് തള്ളി. വാദപ്രതിവാദങ്ങൾക്ക് വേദിയായി നിയമസഭ. വാക്കൌട്ട് ചെയ്ത് പ്രതിപക്ഷം. സംസ്ഥാനം ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വിഹിതം നേടിയെടുക്കാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിൽക്കണമെന്ന് ധനമന്ത്രി. 76ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് രാജ്യത്തിന്റെ ശ്രദ്ധാഞ്ജലി. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുന്നതിനുള്ള സ്നേഹഹസ്തം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായി കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനെ ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളെയും സംയുക്തമായി അഭിസംബോധന ചെയ്യുന്നതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമാകുക. ഇടക്കാല കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറ്റന്നാൾ അവതരിപ്പിക്കും. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു. ലോക്സഭയുടെയും രാജ്യസഭയുടെയും പ്രവർത്തനം സുഗമമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള യോഗത്തിൽ രാജ്നാഥ് സിംഗ്, പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും കോൺഗ്രസ്, തൃണമൂൽ, DMK, JDU, CPIM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളിലെ നേതാക്കളും പങ്കെടുത്തു. നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് അടുത്ത മാസം 9-നാണ് സമാപനമാകുക. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം നിയമസഭ ചർച്ച ചെയ്ത് തള്ളി. പ്രതിപക്ഷം സഭയിൽ നിന്ന് വാക്കൌട്ട് ചെയ്തു. പ്രതിപക്ഷത്തു നിന്നും റോജി M. ജോൺ ആണ് പ്രമേയം കൊണ്ടുവന്നത്. ഗൌരവമുള്ള വിഷയമായതിനാൽ പ്രമേയം ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിക്കുകയായിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ട്രഷറി പൂട്ടിയിട്ടിരിക്കുന്നതിന് തുല്യമായ അവസ്ഥയിലാണെന്നും റോജി M. ജോൺ ആരോപിച്ചു. നികുതി പിരിച്ചെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ചയുണ്ടായെന്നും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും തുല്യ പങ്കുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും കേരളം നിന്നുപോകുന്ന അവസ്ഥയില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ മറുപടിയായി പറഞ്ഞു. കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടേണ്ട തുക കിട്ടിയാൽ മാത്രമേ ഇപ്പോഴുള്ള ധനപ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കൂവെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനും കേന്ദ്ര സർക്കാരിന്റെ വിഹിതം നേടിയെടുക്കാനും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിൽക്കണമെന്നും ഇത് സംബന്ധിച്ച് നിയമസഭയിൽ സംയുക്തമായി പ്രമേയം പാസാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ നിയമസഭയിൽ ഇന്നും തുടർന്നു. AC മൊയ്തീൻ, M. വിൻസെന്റ്, P. മമ്മിക്കുട്ടി, കാനത്തിൽ ജമീല, അനൂപ് ജേക്കബ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു. നന്ദിപ്രമേയ ചർച്ചകൾക്ക് ഇന്നലെയാണ് സഭയിൽ തുടക്കമായത്. 76ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് രാജ്യത്തിന്റെ സ്മരണാഞ്ജലി. രാജ്ഘട്ടിലെ ഗാന്ധി സമാധിയിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ പുഷ്പാർച്ചന നടത്തി. സർവ്വമത പ്രാർത്ഥനയും രാജ്ഘട്ടിൽ ഇന്ന് നടന്നു. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ സ്പീക്കർ AN ഷംസീർ പുഷ്പാർച്ചന നടത്തി. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്നേഹഹസ്തം പദ്ധതിക്ക് തുടക്കമാകുന്നു. പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട 100 ആദിവാസി ഊരുകളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നാളെ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ വിവിധ ജില്ലകളിലെ 30 ആദിവാസി ഊരുകളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. 2023 രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായി മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 17,000 അപേക്ഷകളിൽ നിന്നാണ് മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ 9ാം സ്ഥാനത്ത് കുറ്റിപ്പുറം എത്തിയത്. 2023 രജിസ്റ്റർ ചെയ്ത പരാതികൾ, കേസ് തീർപ്പാക്കൽ, സമയബന്ധിതമായി കുറ്റപത്രം സമർപ്പിക്കൽ തുടങ്ങിയ വിവിധ ഘടകങ്ങൾ പരിഗണിച്ചാണ് ഈ അംഗീകാരം. ഫെബ്രുവരി 6-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് ബഹുമതി സമ്മാനിക്കും.
ആലപ്പുഴയിലെ BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിലെ 14 പ്രതികൾക്കും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു. ചികിത്സയിലായതിനെ തുടർന്ന് ഇന്ന് ഹാജരാകാതിരുന്ന 10ാം പ്രതിക്കുള്ള ശിക്ഷ പിന്നീട് പറയും. കോടതി വിധിയിൽ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചു. നീതിന്യായ വ്യവസ്ഥയുടെ വിജയമാണ് കോടതി വിധിയെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞു. PC ജോർജും അദ്ദേഹം നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയായ ജനപക്ഷവും BJPയിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. കേരള ജനപക്ഷം പാർട്ടി ഏകകണ്ഠമായാണ് തീരുമാനം കൈക്കൊണ്ടതെന്ന് PC ജോർജ് വ്യക്തമാക്കി. BJPയിൽ ലയിക്കുകയില്ലെന്നും BJP അംഗത്വം സ്വീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് BJPയിൽ ചേരുമെന്നും PC ജോർജ് വ്യക്തമാക്കി. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിക്കുന്ന NDA മുന്നണിയുടെ കേരള പദയാത്ര വയനാട്ടിൽ പുരോഗമിക്കുന്നു. യാത്രയുടെ 3ാം ദിനമായ ഇന്ന് വയനാട് വള്ളിയൂർക്കാവിലെ കാവുങ്കൽ കോളനിയിൽ പദയാത്ര എത്തിച്ചേർന്നു. ജില്ലയിലെ പൌരപ്രമുഖരുമായും സാമുദായിക നേതാക്കളുമായും ശ്രീ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കൊല്ലം നിലമേൽ കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ച SFI പ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചു. അറസ്റ്റിലായ 12 പേർക്കാണ് കൊട്ടാരക്കര കോടതി ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച ഗവർണർ സദാനന്ദപുരത്തെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോകവെ നിലമേൽ വച്ചാണ് SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ്, ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ, മലയാളം എന്നീ വിഭാഗങ്ങളിലേക്ക് പ്രസാർ ഭാരതി അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in/vacancies എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈൻ അപേക്ഷകൾ application.prasarbharati.org എന്ന വെബ്സൈറ്റിൽ 2024 ഫെബ്രുവരി 8 നൽകേണ്ടതാണ്. ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസ് ട്രെയിൻ കോഴിക്കോട് വരെ നീട്ടാൻ റെയിൽവേ മന്ത്രാലയം അനുമതി നൽകിയതായി MK രാഘവൻ MP വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ട്രെയിനിന് തലശ്ശേരി, വടകര, കൊയിലാണ്ടി എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ടാകും. മംഗലാപുരം ഗോവ റൂട്ടിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് ട്രെയിൻ കോഴിക്കോട് വരെ നീട്ടാൻ ആവശ്യപ്പെട്ടതായും MP അറിയിച്ചു. ജനാധിപത്യ സംവിധാനങ്ങളുടെ ആവശ്യകതയും പാർലമെന്ററി ജനാധിപത്യത്തിന്റെ നടപടിക്രമങ്ങളും കുട്ടികളെ പരിചയപ്പെടുത്താൻ സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും ഫെബ്രുവരി 3 ബാല പാർലമെന്റ് സംഘടിപ്പിക്കുന്നു. ജനാധിപത്യത്തെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം അവരുടെ വ്യക്തിത്വ വികസനത്തിനും ഉതകുന്ന വിധമാണ് പാർലമെന്റിന്റെ നടത്തിപ്പ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 802 പോയിന്റ് കുറഞ്ഞ് 71,140-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 216 പോയിന്റ് താഴ്ന്ന് 21,522-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില വർദ്ധിച്ചു. ഗ്രാമിന് 20 രൂപ കൂടി 5,800 രൂപയും പവന് 160 രൂപ ഉയർന്ന് 46,400 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സംയുക്ത സഭാ സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്യും. മറ്റന്നാളാണ് ഇടക്കാല കേന്ദ്ര ബജറ്റ്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയം നിയമസഭ ചർച്ച ചെയ്ത് തള്ളി. വാദപ്രതിവാദങ്ങൾക്ക് വേദിയായി നിയമസഭ. വാക്കൌട്ട് ചെയ്ത് പ്രതിപക്ഷം. സംസ്ഥാനം ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വിഹിതം നേടിയെടുക്കാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിൽക്കണമെന്ന് ധനമന്ത്രി. 76ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് രാജ്യത്തിന്റെ ശ്രദ്ധാഞ്ജലി. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുന്നതിനുള്ള സ്നേഹഹസ്തം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായി കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനെ ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.